ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് വൈകിട്ട് ഒരു യോഗം കൂടെ ചേരുകയുണ്ടായല്ലോ. നാളെ എന്തൊക്കെയാണ് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ? മറ്റ് പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയായിരിക്കും സ്വീകരിക്കുക? അല്ല, ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായും ഇതുവരെയുള്ള കാര്യങ്ങൾ പൊതുവെ വിലയിരുത്തിയപ്പോൾ നാളെ കുറേ കൂടി ചിലയിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടുകൂടി ഇടപെടണമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ലോക്കൽ ഡാറ്റ കളക്ഷൻ ഫോർ സെർച്ച് ആക്ടിവിറ്റി എന്ന നിലയിൽ ഈ ചില ഇടങ്ങളിൽ എല്ലാ വീടുകളിലും എത്തി ഒരു പരിശോധന നടത്തുക, വീടിന് ഹോം ടു ഹോം പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന സാധ്യതയുള്ള ഇടങ്ങളിൽ അത്തരത്തിലൊരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന ശക്തിപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചു. കടലിൽ പരിശോധന നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ കുറിച്ച് കൃത്യമായി ആലോചിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ നിലയിലും പരിശോധന നടത്തി പോകാനാണ് ആലോചിച്ചത്. നമ്പർ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം കിട്ടുന്നതിൻ്റെ നമ്പർ പൊതുവേ കുറഞ്ഞു വരികയാണ്. പക്ഷേ നമ്മൾ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുപോലെ തന്നെ ക്യാമ്പുകളിലെ പല വിഷയങ്ങൾ, പൊതുവേ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ക്യാമ്പ് ഓരോ ദിവസം കൂടുന്തോറും സ്വാഭാവികമായി മാനസികമായി പല പ്രയാസങ്ങളും ആളുകൾക്കുണ്ടാകും. അവർക്കിപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ മെഡിക്കൽ കൗൺസിലിംഗ് ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ മറ്റ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് ഒന്നും കൂടി ഒന്ന് മൈന്യൂട്ടായി പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മേഖലയിലെയും വിഷയങ്ങൾ, ക്യാമ്പ് ഇപ്പോൾ എല്ലാ കാലത്തും സ്കൂളിൽ തന്നെ തുടരാൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയായിരിക്കില്ല. സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം സ്കൂൾ തുറക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് സംവിധാനം എന്നുള്ളത് ആലോചിക്കുന്നു. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും ആലോചിക്കുന്നു. ചിലർക്ക് വാടക വീട്ടിൽ പോകാനായിരിക്കും താല്പര്യം, ചിലർക്ക് ബന്ധു വീട്ടുകളിൽ പോകാനായിരിക്കും താല്പര്യം. ചില പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ പ്രീഫാബ് നിർമ്മാണം ആലോചിക്കുന്നുണ്ട്. അത് വേഗത്തിൽ നമുക്കൊരു 2 മാസം കൊണ്ട് നിർമ്മിക്കാനാകും. അതുപോലെ മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ് അത് പരിശോധിക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുറേ ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സുകൾ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ക്വാർട്ടേഴ്സുകൾ പൊതുവെ കൊടുത്ത് മുന്നോട്ട് പോകണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ക്വാർട്ടേഴ്സുകൾ, അങ്ങനെ ഒരു 64ഓളം ക്വാർട്ടേഴ്സുകൾ ഇതിനു വേണ്ടി കൊടുക്കും. അതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് മാത്രം ഏകദേശം 27 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 64. പിന്നെ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വേഗത്തിൽ ചെയ്ത് ടെമ്പററി റീഹാബിലിറ്റേഷൻ എന്നുള്ള നിലയിൽ അതും സമയബന്ധിതമായി നടത്തണം. പിന്നെ പുനരധിവാസമാണ്. എല്ലാവരുമായി ചർച്ച ചെയ്യും. എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും എല്ലാവരുമായി ചർച്ച ചെയ്യും. അതിൽ പ്രധാനം ഈ ക്യാമ്പിലും സ്കൂളിലും കഴിയുന്ന, ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്ന എഫക്റ്റഡ് പാർട്ടീസാണ്. അവരുടെ അഭിപ്രായം കൂടി എടുക്കണം. എന്താണ് അവർക്കിതിലുള്ള അഭിപ്രായം എന്ന് എടുക്കണം. അങ്ങനെ അതും സമയബന്ധിതമായി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകണം. ഇതാണിപ്പോൾ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിലിപ്പോൾ കാണാതായവർ എത്ര എന്നത് സംബന്ധിച്ച് ഏകദേശ കണക്കുകൾ ലഭ്യമാണോ? ഇപ്പോൾ മിനിസ്റ്റർ തന്നെ അല്പം മുമ്പ് പറയുകയുണ്ടായി, മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നുവെന്ന്. പക്ഷേ കാണാതായവർ ഏതാണ്ട് 150-നും 180-നും ഒക്കെ ഇടയ്ക്കുണ്ട് എന്ന അനൗദ്യോഗിക വിവരമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതെവിടെ പോയി തിരയും? തീർച്ചയായിട്ടും കാണാതായവരുടെ എണ്ണം ഒരു 160-ൻ്റെ താഴെയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു നമ്പർ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരു 160-ൻ്റെ താഴെയാണ് വരുന്നത്. 160-ൻ്റെ തൊട്ട താഴെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിശോധനകൾ നടത്തണം. ബോഡി പാർട്സ് തന്നെ ഒരുപാടുണ്ട്. ബോഡി പാർട്സിന് നമുക്കൊരു സിംഗിൾ ബോഡി ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. ബോഡി പാർട്സ് വെച്ചുകൊണ്ടുള്ള പരിശോധനയും എണ്ണവും നോക്കണം. ബാക്കി നമ്മൾ എവിടെയൊക്കെയാണോ അതിൻ്റെ സാധ്യത അവിടെയൊക്കെ അതിൻ്റെ പരിശോധന നടത്തി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണാതായവരെ കുറിച്ച് കിട്ടിയിട്ടുള്ള ലിസ്റ്റ് വെച്ച് തന്നെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ ഇതിൻ്റെ എണ്ണം ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ചില ഇടങ്ങളിൽ മാറി നിൽക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അതുകൂടി ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നമ്പർ വെച്ചുകൊണ്ട് തന്നെ എല്ലാ നിലയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ ഈ സൈന്യം എത്ര നാൾ തുടരേണ്ടി വരുമെന്നാണ് ഒരു ഏകദേശ നിങ്ങളുടെ ബോധ്യം? അല്ല, ഇപ്പോൾ നമ്മൾ ഈ സൈന്യത്തിൻ്റെ സേവനം ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമായത്
നമ്മൾ രക്ഷാദൗത്യമാണ്, ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്, എല്ലാവരും കൂടി നല്ല നിലയിൽ നടത്തി. ഇപ്പോൾ തെരച്ചിലും മറ്റു കാര്യങ്ങളുമാണ് നടത്തുന്നത്. ബാക്കി ഇതിൻ്റെ എല്ലാ സാധ്യതകളും പരമാവധി എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ പിന്നീട് ഓരോ ദിവസത്തെയും ഡെവലപ്മെൻറ്റിന് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പരിശോധിച്ച് ചെയ്തു പോകേണ്ടതുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. സൈന്യത്തിൻ്റെ തന്നെ സേവനം ഏതൊക്കെ നിലയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇനി മറ്റെന്താണ് എന്നുള്ളത്, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അത് പരിശോധിച്ച് പോവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതയും എല്ലാ ശ്രമവും ഉപയോഗപ്പെടുത്തുകയും മുന്നോട്ട് അതിൻ്റെ ഭാഗമായി പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സൺറൈസ് വാലിയിലുള്ളതാണ് ഒരു ദുഷ്കര ദൗത്യം. അതിന് ഇപ്പോൾ സൈന്യത്തിൻ്റെ സഹായം ഇന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ദുഷ്കര ദൗത്യം വേണ്ടി വരുന്ന കൂടുതൽ മേഖലകളുണ്ടോ? നിങ്ങളുടെ പരിശോധനയിൽ അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? അപ്പോൾ സൈന്യവും വേണ്ടതാണ് കുറച്ച് ദിവസങ്ങൾ കൂടി എന്നൊരു അനുമാനത്തിലാണോ നിങ്ങൾ? അല്ല, നമ്മളിപ്പോൾ പൊതുവേ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഇനി കടലിൽ ഈ ചാലിയാർ പുഴ നമുക്കറിയാം 10-40 കിലോമീറ്ററാണ്. മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ജില്ലയിലെത്തി കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് അത് അവസാനിക്കുന്നത്. ഫറോക്കിൽ നേരെ കടലിലേക്ക് പോവുകയാണ്. കടലിലെത്തുന്ന മാർഗങ്ങൾ, അപ്പോൾ കടലിലുള്ള പരിശോധന വേണ്ടി വരും. അതുപോലെ തന്നെ പുഴയിൽ തന്നെ മഴ കുറഞ്ഞാൽ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ കരയിൽ മൃതദേഹമോ അല്ലെങ്കിൽ ബോഡി പാർട്സോ കരയിലടിയുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതൊക്കെ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കാര്യങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞു. ആ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. 4 മന്ത്രിമാർ, ഈ ഉപസമിതിയിൽ 4 മന്ത്രിമാർ റിപ്പോർട്ട് തയ്യാറാക്കും. നാളെ മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇത് കാര്യമായി ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഭാഗമായി ബാക്കി കാര്യങ്ങൾ കൂടി അതിലാലോചിക്കും. ഈ സൈന്യത്തിൻ്റെ സേവനം നാം പണം കൊടുത്തിട്ട് തന്നെ കിട്ടുന്നതാണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ തവണയും ഈ സൈന്യത്തിന് കിട്ടുന്ന പണം, കൊടുക്കേണ്ട പണം, അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതിൽ അവർ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കണക്ക് സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതല്ലേ അതിൻ്റെ ഒരു വസ്തുതയും? അതെ, ഞങ്ങളിപ്പോൾ സൈന്യത്തെ പരമാവധി ഉപയോഗിക്കുക. സൈന്യത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനാവുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അവരുമായി ഞങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ അറ്റവും എത്തിക്കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും ഇതിലില്ല എന്നൊരു ഘട്ടം വരികയാണെങ്കിലാണല്ലോ അപ്പോൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും അത് ആലോചിച്ച് പോകാം. എന്നാൽ പിന്നീട് മറ്റു പല ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിൻ്റെ ഉൾപ്പെടെ സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ഫോഴ്സസും ഉണ്ടല്ലോ. നേവി ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, NDRF ഉണ്ട്, ഫയർ ആൻഡ് റിസ്ക് ഉണ്ട്, പോലീസിൻ്റെ തന്നെ സംവിധാനം ഉണ്ട്. ഇങ്ങനെ എല്ലാ ഫോഴ്സസിൻ്റെയും സാധ്യതകളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചോദ്യം വ്യക്തമായിരുന്നല്ലോ അല്ലേ അങ്ങേക്ക്? ഇവർ ഈ പറഞ്ഞ സൈന്യത്തിൻ്റെ സേവനത്തെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പക്ഷേ കൃത്യമായി അത് ഇത്ര ചെലവ് എന്ന രൂപത്തിൽ തന്നെയല്ലേ, നാം മുടക്കേണ്ട ചെലവിൽ തന്നെ വരുന്നതല്ലേ ഇവരുടെ സേവനം? അതെ, അത്തരം കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു സമയമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ആ നിലയിൽ തന്നെ ഉത്തരം പറയാഞ്ഞത്. വസ്തുത എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പൊ നോക്കണ്ട വസ്തുത എന്താണ്? എത്ര ചെലവായാലും സൈന്യത്തെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താനാകുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതിൽ മറ്റു വശങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുക, അതിലൊരു നിലപാട് പറയേണ്ട ഒരു ഘട്ടമല്ല. ശരി, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഭൂപേന്ദ്ര യാദവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അതുകൂടാതെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിവരവും അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകും. ഈ PIB വഴി എങ്ങനെയൊക്കെയാണ് ശാസ്ത്ര സമൂഹത്തെ കേരളത്തിനെതിരെയുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്ന കേന്ദ്രമാക്കി ഉപയോഗിക്കാൻ കഴിയുക എന്ന മോദി സർക്കാരിൻ്റെ നീക്കം. അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്നാണ് മോദിയും അമിത്ഷായും മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞതെന്നാണ് പറയുന്നത്. കൂടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയോട് പറയുക, എന്നിട്ട് ജനങ്ങളെ മുഴുവൻ ഈ സർക്കാരിനെതിരാക്കുന്ന പ്രവർത്തികളിലേക്ക് കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടുക. ഈ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അല്ല, അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഉപസമിതി എന്നുള്ള നിലയിൽ സാധ്യമാകുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ചില കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്.
അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി പല നിലയിലുള്ള വിവാദങ്ങളോ വിമർശനങ്ങളോ ഒക്കെ വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങൾ വന്നേക്കാം, പല കാര്യങ്ങൾ വന്നേക്കാം. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു പോകാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ വിവാദങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥാനമില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങളെ ആക്ഷേപിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം ആക്ഷേപിച്ചോട്ടെ, ഏത് നിലയിലും ആക്ഷേപിച്ചോട്ടെ. ഈ സംസ്ഥാന സർക്കാരിനെ എല്ലാ നിലയിലും ആക്രമിക്കാനും ആക്ഷേപിക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഇപ്പം തൽക്കാലം കേട്ടു നിൽക്കുക, സമചിത്തതയോടുകൂടി അതിൽ മുന്നോട്ട് പോവുക. പറയാനുള്ളത് എന്ത് വേണം പറഞ്ഞോട്ടെ, അതിനൊന്നും അതേ അർത്ഥത്തിൽ മറുപടി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ അർപ്പിതമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ, എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്നവരും നല്ല നിലയിൽ എല്ലാവരും യോജിച്ചു പോകുന്ന നിലപാടുകളെ പരിപൂർണ പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് താങ്കൾ പുലർത്തുന്ന ഔചിത്യം ശരി, പക്ഷേ ഇപ്പോൾ പെട്ടിമുടി 2020 നടന്നതാണല്ലോ. ഈ എല്ലാ ദുരന്തങ്ങളിലും നമുക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന സർക്കാർ തന്നെയാണ് അന്നും കേന്ദ്രം ഭരിക്കുന്നത്. ആ ഘട്ടത്തിൽ അവർ ഒരു 2 ലക്ഷം രൂപ ഈ പറയുന്നത് പോലെ അവിടുത്തെ ദുരന്തബാധിതർക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ എത്ര ആത്മാർത്ഥമായ സഹകരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പെട്ടിമുടിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇത് ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 75% ധനം സമാഹരിക്കാൻ കഴിയുമെന്ന സാധ്യത കേരളം മുന്നിൽ കാണുന്നു. ഈ 2 ലക്ഷം അതിജീവിച്ചവർക്ക് കൊടുക്കാത്ത ആളുകളിൽ നിന്നാണോ നിങ്ങൾ ഈ 75% പ്രതീക്ഷിക്കുന്നത്? ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. അതിൻ്റെ കൂടിയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2, കേന്ദ്ര സർക്കാർ ന്യായമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ പോലും നൽകിയിരുന്ന സഹായമുണ്ട്. ആ സഹായമെങ്കിലും കേരളത്തിന് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന് കരുതുകയാണ്. പെട്ടിമുടിയിൽ അതിജീവിച്ചവർക്ക് 2 ലക്ഷം കൊടുത്തോ ഇല്ലയോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ അത്തരം വിഷയങ്ങൾക്ക് മറുപടി പറയാനല്ല നിൽക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അതെല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ കൊണ്ട് അനാവശ്യമായ ഒരു വിഷയത്തിലേക്ക് പോകും. എന്തായാലും വസ്തുതകളായി തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടിമുടിയിൽ അതിജീവിച്ചവർക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല 4 വർഷമായിട്ടും എന്ന് നിൽക്കുന്നു. അങ്ങയുടെ പരിമിതിയും അവിടെ നിൽക്കട്ടെ.